നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീ നിന്റെ മനസ്സിലേക്ക് മാത്രം നോക്കുന്നത്, നിന്റെ വേദനകളിലേക്ക്. ചുറ്റുള്ള മനുഷ്യരെയൊന്നും നീ കാണുന്നില്ല. ആരെ ഞാൻ കാണാത്തെ? എന്റെ കാഴ്ചയ്ക്ക് ഒരു തകരാറുമില്ല. കണ്ണിന്റെ തെളിച്ചം കൊണ്ടേ നിനക്ക് എന്നെ കാണാം, അച്ഛനെ കാണാം, ചുറ്റുമുള്ള എല്ലാത്തിനെയും കാണാം. എടാ, പക്ഷേ നിന്നെ സ്നേഹിക്കുന്ന മനുഷ്യരുടെ മനസ്സ് കാണാൻ കഴിയുന്നുണ്ടോ എന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. എനിക്ക് കാണാം അമ്മേ, അതും എനിക്ക് കാണാം. എടാ, എങ്കിൽ നീ എന്നെ വിഷമിപ്പിക്കില്ലായിരുന്നു. എടാ, നിന്റെ ജീവിതം ആർക്കും ഇല്ലാതെ ഇങ്ങനെ നീറി പോകുന്നത് കണ്ട് എന്റെ മനസ്സ് എരിയുന്നുണ്ട്. കഴിഞ്ഞ 6 വർഷവും അതെപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. നിനക്കതറിയോ? എന്നിട്ടും കഴിഞ്ഞ 6 വർഷമായി നിന്നെ ഞാൻ ഒന്നിനും നിർബന്ധിച്ചിട്ടില്ല. പക്ഷെ ഇനി എനിക്ക് ക്ഷമിക്കാൻ വയ്യ. എടാ, എനിക്ക് എന്തെങ്കിലും പറ്റിയ നിന്റെ ജീവിതം തനിച്ചാണല്ലോ എന്നുള്ള ഓർമ്മയിൽ എന്റെ ആത്മാവിന് പോലും മോക്ഷം കിട്ടില്ല. അമ്മേ, കഴിഞ്ഞ 6 വർഷവും എനിക്ക് മറ്റൊരു കൂട്ട് വേണമെന്ന് തോന്നിയിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് അമ്മയ്ക്ക് അറിയാത്താണോ? അല്ലല്ലോ. അറിയാവിടാ, അറിയാം. നിന്റെ മനസ്സിൽ കല്ലിക്കൊത്തി വെച്ചിരിക്കാണല്ലോ ഒരു പ്രതിഷ്ഠയെ, ശാലിനിയെ. ആ വിഗ്രഹം എന്നെടുത്ത് പുറത്തു കളയുന്നോ അന്ന് നീ രക്ഷപ്പെടും. അത് നിനക്കറിയില്ല, പക്ഷെ എനിക്കറിയാം. അമ്മ തന്നെ പറഞ്ഞല്ലോ, കല്ലിക്കൊത്തിയ വിഗ്രഹം പോലെയാണ് ശാലിനി എന്ന്. അതെന്തുകൊണ്ടാണെന്നറിയോ? അവള് തന്ന സ്നേഹം കൊണ്ട് ഈ ലോകത്തിന് മറ്റൊന്നും അതിന് പകരാവില്ല. ഓഹോ, പ്രേമ മനുഷ്യരെ അന്ധരാക്കുന്ന മറ്റ് അറിവുള്ളവര് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് നിന്റെ കാര്യത്തിൽ സത്യം. നാഴികയ്ക്ക് 40 വട്ടം നീ ശാലിനി മന്ത്രം ജപിക്കുന്നുണ്ടല്ലോ. എന്നിട്ട് ഒരു കാര്യം നീ ആലോചിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ 6 വർഷത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും അവള് നിന്നെ അന്വേഷിച്ച് വന്നിട്ടില്ല. നീ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നൊന്നും അവൾ അന്വേഷിച്ചിട്ടില്ല. ഉണ്ടോടാ? അതങ്ങനെ തീർത്തു പറയാൻ പറ്റുമോ? ശാലിനി ഏത് അവസ്ഥയിലാന്ന് നമുക്കറിയോ? ഇല്ലല്ലോ, പിന്നെങ്ങനെ പറയാ? അതറിയാനേ കവടി ഒന്നും നിർത്തണ്ട. ആത്മാർത്ഥതയും സ്നേഹമുള്ളവർ ഏത് അവസ്ഥയിലായാലും തിരഞ്ഞ് തേടി വരും. ലോകത്തിന്റെ ഏത് കോണിലായിരുന്നാലും പ്രിയപ്പെട്ടവരെ കുറിച്ച് അന്വേഷിക്കും. എടാ, നീ ഒരു കൈക്കുഞ്ഞല്ല, പ്രായപൂർത്തിയായ പക്വതയുള്ള ഒരു പുരുഷനാ. എന്നിട്ടും ഞാൻ നിന്നെ കുറിച്ച് ആലോചിക്കുന്നതും ഇങ്ങനെ വിഷമിക്കുന്നതും എന്തിനാടാ? സ്നേഹം കൊണ്ട്. എടാ, അത് മനസ്സിലാക്കാത്തതാ നിനക്ക് പറ്റിയ തെറ്റ്. അമ്മയെ ഞാൻ മനസ്സിലാക്കിയിട്ടില്ലല്ലേ? അമ്മ തന്നെ അത് പറയണം. എടാ, എന്നെ നീ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ, സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മാത്രം നീ എനിക്ക് ചെയ്തു തന്നാ മതി. ഈ അമാവാസി കഴിയുമ്പോ നീ ശാലിനിയെ മറക്കണം. ഞാൻ ആലോചിക്കുന്ന വിവാഹത്തിന് നീ സമ്മതിക്കണം. എന്താ, പറ്റില്ലേ? അമ്മയ്ക്ക് എന്റെ കൂടുതലൊന്നും നീ പറയണ്ട. ഇത് എന്റെ തീരുമാനമാ, അറിയാലോ. ഈ സത്യഭാമയൊന്ന് തീരുമാനിച്ച അത് നടത്തിയിരിക്കും. ഇല്ലെങ്കിൽ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല. അത് തീർച്ചയാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.